ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പൊ നമ്മൾ പിന്നെ ഇന്നൊരു പുതിയ യാത്ര പോവുകയാണ്. നമ്മുടെ കൂടെ ഉണ്ട് ബെന്നമോൾ. എവിടെ നിന്ന് വന്നാ ബെന്ന? തണ്ടർബേയിൽ നിന്നും. എത്ര മണിക്കൂർ ട്രാവൽ ചെയ്ത് വന്നു? 1 മണിക്കൂർ ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്ത് വന്നതാണ്. ചിഞ്ചുന്റെ ഫ്രണ്ട്, പിന്നെ എന്റെ ഫ്രണ്ടായി, പിന്നെ എബിന്റെ ഫ്രണ്ടായി, അങ്ങനെ ഞങ്ങളുടെ ഒക്കെ ഫ്രണ്ടായി അല്ലേ? അപ്പൊ ഞങ്ങൾ ഇന്ന് പോകുന്നത് വേൾഡ്സ് ബിഗ്ഗസ്റ്റ് വാട്ടർഫോൾ ആയ നയാഗ്ര വാട്ടർഫോൾ അത് കാണാനാണ് പോണത്. അപ്പൊ കാണിച്ചത് ഇനി ഇവിടെ നിന്ന് ഒരു 2 മണിക്കൂറേ ഉള്ളൂ. ഞങ്ങള് നിയറസ്റ്റ് നയാഗ്രയ്ക്ക് അടുത്ത് എത്തിയായിരുന്നു. ഇനി ഒരു 2 മണിക്കൂറും കൂടെ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ പലരുടെയും സ്വപ്നമായ ലോകത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമായ നയാഗ്ര വാട്ടർഫോൾ. ഞങ്ങൾ കാനഡ ബോർഡറിലുള്ള വാട്ടർഫോളാണ് കാണാൻ പോണത്. 2 ഉണ്ട്, യൂസും ഉണ്ട്, നയാഗ്ര ഉണ്ട്. പക്ഷെ 2ലും വലുത് കാനഡയാണ്. അപ്പം ഞങ്ങൾ നയാഗ്ര വാട്ടർഫോൾസ് കാണാൻ പോവാണ് ഗൈസ്. ലെറ്റ്സ് ഗോ. Thought I'd fly over my own state. Something about those city lights were calling out my name. Now mama, don't you cry. You know there'll come a day where I come visit you at home. And if I never stay. നമ്മൾ ഇവിടെ നടന്നില്ലേ ചിഞ്ചു? അങ്ങനെ ഞങ്ങള് കാനഡയില് നയാഗ്ര ഫോൾസിലെത്തി. ഇനി ഒന്ന് പാർക്ക് ചെയ്യണം. നമ്മൾ ഇതിനകത്ത് എവിടെയാണ് അന്ന് പാർക്ക് ചെയ്തത് അല്ലേ? ഈ റൈറ്റ് സൈഡിൽ എവിടെയോ? $40 for the parking. അങ്ങനെ നമ്മൾ വണ്ടിയെല്ലാം പാർക്ക് ചെയ്ത് വേണ്ടല്ലോ. ഭയങ്കര വലിയൊരു പാർക്കിംഗ് ലോട്ടാണ്. അപ്പം ഭയങ്കര വലിയൊരു ഏരിയ ഉണ്ട് പാർക്കിങ്ങിന്. അപ്പം നമ്മൾ പാർക്ക് ചെയ്തിട്ട് നമ്മളെല്ലാവരും നയാഗ്ര വാട്ടർഫോളിൻ്റെ അടുത്തോട്ട് നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ചിഞ്ചു മറിയക്കൊച്ചിനെ കാണിച്ചാണ്. എന്താ കഥ പറ കേക്കട്ടെ. പറഞ്ഞോണ്ടിരുന്ന കഥ തള്ളി കൂട്ടുകയാണ് ആൾക്കാരെടുത്ത്. ഓ, ഇവിടെ പാർക്ക് ചെയ്യുന്ന ഒരു ട്രക്കാണ്. F350 ഒരു രക്ഷയില്ല. അപ്പം ഞങ്ങൾ വണ്ടിയെല്ലാം പാർക്ക് ചെയ്തിട്ട് ഞങ്ങളിത് റോഡ് ക്രോസ് ചെയ്യുകയാണ്. ഞങ്ങൾ ഈ റോഡ് ക്രോസ് ചെയ്യുമ്പം ഞങ്ങൾ പോയി കാണുന്ന സ്ഥലം എന്ന് പറയുമ്പോൾ ഈ ലോകത്തിലെ 7 അത്ഭുതങ്ങളിൽ അതിലൊരു അത്ഭുതമാണ് ഞങ്ങളുടെ മുന്നിൽ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം. ഞങ്ങൾ വന്നപ്പോഴത്തേക്കും വാട്ടർഫോളിൽ മഴവില്ലൊക്കെ ഉണ്ടായിരുന്നു. കാണാൻ ഭയങ്കര നൈസ് കേട്ടോ. അവിടെ അല്ലേ പോകേണ്ട ടിക്കറ്റ് എടുക്കാൻ? വേറെ ഏതൊക്കെ ഉണ്ട്? വാനില ഉണ്ട്, മേപ്പിൾ ട്വിസ്റ്റ് ഉണ്ട്. എന്നാ മേപ്പിൾ ട്വിസ്റ്റ് ട്രൈ ചെയ്യാം.
ഇവിടെ ഇങ്ങനെ ഫ്രിഡ്ജ് മാഗ്നറ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ തന്നെ ഒന്ന് സെലക്ട് ചെയ്തു. നയാഗ്ര വേണ്ടേ? നയാഗ്ര ഫോൾ വേണ്ടേ? ഇതാണോ സെലക്ട് ചെയ്തത്? ഇത് വേണ്ട. അപ്പോൾ ഞങ്ങൾ സെലക്ട് ചെയ്തത് നയാഗ്ര ഫോൾ. ഇത് 2000 നമ്പർ പ്ലേറ്റിൻ്റെ ഒരു മോഡലിലാണ് വരുന്നത്. എന്തോന്ന് പാപ്പാന്ന് വിളി. പാപ്പ നമ്മളുടെ ബിഹൈൻഡ് ഫോൾസ് കാണാൻ വേണ്ടിയിട്ട് ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ക്യൂവിൽ നിൽക്കുകയാണ്. സിഞ്ചു, നമ്മളിത് എവിടെ പോകാനാണ് ടിക്കറ്റ് എടുത്തത്? Behind the falls. കുറച്ച് പറ. Behind the falls. Thank you. മറിയ കൊച്ചിന് തന്നാ ചിഞ്ചു? നമുക്ക് അവിടുന്ന് തന്ന കോട്ടെന്ന് പറയുമ്പോഴത്തേക്ക് വെള്ളം നനയാതിരിക്കാനുള്ളതാണ്. മറിയ കൊച്ചിനും കിട്ടി. നമ്മളെല്ലാവരും ഇട്ട് പോവുകയാണ്. ഇത് ഭൂമിക്കടിയിലുള്ള ഒരു തുരങ്കമാണ്. ഇതിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഇതുവഴി പോകുമ്പോഴാണ് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ താഴെ നമുക്ക് നിന്ന് ഈ വെള്ളച്ചാട്ടം മൊത്തം കാണാൻ പറ്റും. മൈന ഉണ്ടായിരുന്നു അല്ലേ? മൈന അറിയിക്കൊച്ചേ, അറിയിക്കൊച്ചേ, ചിരിക്ക് ചിരിക്ക് ചിരിക്ക്. ഇതാണ് ഈ നാഗ്രയുടെ കാഴ്ചകൾ. ഉള്ള ആൾക്കാരാണ്, വൻ ക്രൗഡാണ്.
നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നതാണ് US ഫോൾ. കുഞ്ഞ് ഇതാണ് കാനഡയുടെ ഫോള്, നയാഗ്ര ഫോൾ. US സ്മോൾ. കേറിട്ടില്ലേ? നീ എത്ര വർഷമുണ്ട് വർക്ക് പെർമിറ്റ്? ഞാനും കേറിട്ടില്ല. നീ കേറിട്ടുണ്ടോ? അറിയാമേ ഞങ്ങളങ്ങനെ ബോട്ടിൽ പോകാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ക്യൂവിൽ നിൽക്കുകയാണ്. അപ്പോൾ അവർ രണ്ടുപേരും വരുന്നില്ല, ഞങ്ങൾ രണ്ടുപേരുമാണ് പോകുന്നത് ക്രൂസിൽ. രണ്ട് ടിക്കറ്റാണ് നമ്മൾ എടുത്തത്. രണ്ട് ടിക്കറ്റിനും ഇൻക്ലൂഡിങ് ടാക്സ് $108. $108 എന്ന് പറയുമ്പോൾ നാട്ടിൽ ഏകദേശം ഒരു 7,000-8,000 രൂപയുണ്ട്. Thank you. കിട്ടോ? നമ്മൾ കയറിയ പോലത്തെ ഒരു ക്രൂസാണ് ഇത്. യുഎസിൻ്റെ ക്രൂസാണ്.
അതില് റൂമിൽ എത്ര ഡോളർ? അത് നല്ല പൈസയാണ്. Around $300. ഇന്ന് എനിക്ക് നയാഗര വന്ന് ഇഷ്ടപ്പെട്ടു. പണ്ടത്തെ ഇഷ്ടപ്പെട്ടില്ല. ഞാനുള്ളതുകൊണ്ടല്ലേ? അതെ അതും ഒരു റീസൺ അല്ലേ? അതെ അതെ അല്ലേ? അന്ന് അതിനകത്ത് നിനക്കൊരു പൂച്ച അന്ന് പറഞ്ഞപ്പോ അവള് പറഞ്ഞു അതെന്റെ പുച്ഛം. അതെല്ലാം പ്രതീക്ഷിച്ചു. ഞാനതല്ല പ്രതീക്ഷിച്ചത്. എന്താ പിന്നെ പ്രതീക്ഷിച്ചേ? അല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ അങ്ങോട്ട് നോക്കി സ്വിങ് സെറ്റ് ഞങ്ങളങ്ങനെ ഫയർ ഫോക്സ് ഒക്കെ കഴിഞ്ഞിട്ട് ഭയങ്കര വിശപ്പ്. അങ്ങനെ ഞങ്ങൾ ഇവിടെ അടുത്തുള്ള ഒരു മലയാളിക്കടയിൽ ഫുഡ് കഴിക്കാൻ വന്നു. അല്ലേ മറിയ കൊച്ച്? കടയുടെ പേരെന്തോന്നു? വയറ്റിലായിരുന്നപ്പോ നമ്മൾ ഈ കടയിൽ വന്നിട്ടുണ്ട്. ആ അതെ അതെ അതെ. അന്ന് ഇവിടെ നാഗ പ്രയർ ഫെലോഷിപ്പിൽ ഒരു പ്രയറിന് വന്നു അല്ലേ? നന്നാഴി സർബത്തുണ്ട് ഇവിടെ. ഇങ്ങനെ വെട്ടിയിടാറാകുമ്പോ ഞാനും വെട്ടിയിടും. അത് പറ്റി വീഡിയോ എടുത്തിട്ട് ജോലിയൊക്കെ അടിച്ചിരുന്നു.